നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വളരെ പ്രശസ്തനായ അമേരിക്കൻ മാധ്യമ പ്രവർത്തകനാണ് ഫാരിദ് സക്രിയ. അമേരിക്കൻ ചാനലായ CNN-ൽ ഫാരിദ് സക്രിയ GPS എന്ന പേരിൽ പ്രശസ്തമായ പരിപാടി നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. കൂടാതെ വാഷിംഗ്ടൺ പോസ്റ്റിൽ എല്ലാ ആഴ്ചയും അദ്ദേഹത്തിന്റെ കോളവും ഉണ്ടാകാറുണ്ട്. ഒരു കാലത്ത് തികഞ്ഞ മോദി വിരോധിയും ഹിന്ദുത്വ വിരോധിയുമായ വ്യക്തിയായിരുന്നു ഫാരിദ് സക്രിയ. മോദി ഭരണത്തിൽ വന്ന കാലഘട്ടത്തിൽ മോദി എന്നത് ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്നും അദ്ദേഹത്തിന്റെ അന്ത്യം സുനിശ്ചിതമാണെന്നും പൊതുവേദികളിൽ അനവധി തവണ പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ഫാരിദ് സക്രിയ. എന്നാൽ എത്ര കടുത്ത വിമർശകരെയും കടുത്ത ശത്രുക്കളെയും പോലും സ്തുതി പാഠകരായും ആരാധകരായും മാറ്റുവാനുള്ള നരേന്ദ്രമോദിയുടെ പാടവത്തിനുള്ള തിളങ്ങുന്ന ഉദാഹരണമായിരിക്കുകയാണ് ഇപ്പോൾ ഫാരിദ് സക്രിയയുടെ മാറിയ കാഴ്ചപ്പാടുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുല്യമായ വ്യക്തിത്വത്തിനുടമയാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഫാരിദ് സക്രിയ. ഒരു വശത്ത് വളരെ സാധാരണക്കാരനാണെന്ന് സ്വയം തെളിയിക്കുകയാണ് അദ്ദേഹം. എന്നാൽ മറുവശത്ത് അദ്ദേഹം ഒരു തികഞ്ഞ സാങ്കേതിക വിദഗ്ധൻ കൂടിയാണ്. ഈ ശക്തിയാണ് ആളുകളെ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുന്നത്. രാഷ്ട്രീയത്തെക്കുറിച്ച് മോദിക്ക് നല്ല ധാരണയുണ്ടെന്നും അതിനാലാണ് അദ്ദേഹം അതിൽ വിജയിച്ചതെന്നും ദേശീയ മാധ്യമമായ NDTVക്ക് നൽകിയ അഭിമുഖത്തിലാണ് CNN മാധ്യമപ്രവർത്തകനായ സക്രിയ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിലേറിയാൽ ലോകത്ത് അദ്ദേഹത്തിന്റെ സ്വാധീനം ഇനിയും വർദ്ധിക്കും. അത് ജനാധിപത്യത്തിന്റെ ശക്തിയാണ്. അദ്ദേഹം വളരെ ജനപ്രിയനാണ്. രാജ്യത്തെ നിരവധി ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്നും സക്രിയ കൂട്ടിച്ചേർത്തു. അതേസമയം നരേന്ദ്രമോദിയുടെ കീഴിൽ ഭാരതം വളരെ ശക്തമായിരിക്കുകയാണ് എന്നും ഇന്ന് ഏഷ്യയിൽ ചൈനയെ വെല്ലുവിളിക്കാൻ കഴിവുള്ള ഒരേ ഒരു ശക്തി ഇന്ത്യയാണെന്നും ഫാരിദ് സക്രിയ തുറന്നു പറഞ്ഞു. ഏഷ്യയിൽ ചൈനയെ വെല്ലുവിളിക്കാൻ ഭാരതത്തിന് മാത്രമേ കഴിയൂ. ചൈനയുടെ ഉയർച്ച അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ യാഥാർത്ഥ്യമാണ് എന്നും അതേസമയം ഏഷ്യയിൽ ചൈനയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന ഒരേ ഒരു രാജ്യം ഭാരതമാണ്. ചൈനയുടെ ഉയർച്ചയും റഷ്യയുടെ പിൻവാങ്ങലും ലോകക്രമത്തിന് വളരെ പ്രാധാന്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ സാഹചര്യത്തിൽ ലോകത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന രാഷ്ട്രമാണ് ഭാരതം. പല തലങ്ങളിലും ചൈനയെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഭാരതം ഇന്നുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാങ്കേതിക മേഖലയിൽ വൻ വിപ്ലവത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നതെന്നും ഭാരതത്തിന് കൂടുതൽ ടെക് കമ്പനികളെ ഉയർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു. ചൈനയ്ക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ പ്രതിസന്ധി നൽകാൻ തക്ക ശേഷിയാണ് ഭാരതം ആർജിക്കുന്നത്. ടെക് ലോകത്തും ആരോഗ്യ മേഖലയിലും ഉൾപ്പെടെ ചൈനയോട് കിടപിടിക്കാനും വിധത്തിലുള്ള ഉയർച്ചയാണ് ഭാരതം കാഴ്ചവെക്കുന്നത്. മാറുന്ന ലോകത്തിന് പോസിറ്റീവ് മാറ്റങ്ങൾ നൽകാൻ ഭാരതത്തിന് കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനാൽ തന്നെ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന മറ്റൊരു രാഷ്ട്ര തലവനുമായി മോദിയെ താരതമ്യം ചെയ്യാനാവില്ല എന്നും സക്രിയ പറഞ്ഞു. മറ്റാരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മധ്യ ഏഷ്യയിൽ നല്ല ബന്ധമുണ്ടാക്കാൻ മോദിക്ക് സാധിക്കുമെന്നും ഇറാനുമായുള്ള ബന്ധത്തെ പരാമർശിച്ച് അദ്ദേഹം പറഞ്ഞു.